ಸಲಾಂ ಭಾಯ್. ಸಲಾಂ. ಟ್ರಿಪ್ ಎಲ್ಲಿಗೆ? ಬ್ಯಾಂಗ್ಳೂರ್ಗೆ. ಒಂದು ಲಿಫ್ಟ್ ಕೊಡುವುದಾ? ಬೆಳಿಗ್ಗೆ ಬೆಂಗಳೂರಿನಲ್ಲಿ ಬಿಟ್ಟದೇ ಸಾಕು. ನಿನ್ನೆ ಜೋದಿ ನಾನು ಬರ್ಬೋದಾ? ಬೇಡಪ್ಪ ಬೇಡ. ಗುರು ನಿದ್ರೆ ಮಾಡದೆ ಹೋಗ್ಬೋದು. സാധന കൊള്ളാം. അധികം ഓടിയിട്ടില്ല. എന്താ ഓടിക്കണം? ഓടിക്കൊന്നും വേണ്ട, വെറുതെ വർത്താനം പറഞ്ഞിരിക്കാലോ. നിനക്ക് വായിക്കാൻ ഒരുപാട് കൊച്ചു കൊച്ചു പുസ്തകങ്ങളില്ലേ, അതുപോരെ? നമുക്ക് അതിനൊന്നും യോഗല്ല. എനിക്ക് വയസ്സെത്രയെന്ന് അറിയാലോ. നീ വയസ്സറിയിച്ചാണെന്ന് എനിക്കറിയാം. എടാ, നമ്മുടെ മണിയണ്ണന്റെ മോളെ നിനക്കൊന്ന് ആലോചിച്ചാണ്. അർഹതപ്പെട്ട മുറപ്പെടേണ്ട കാര്യത്തിൽ എന്നെ ചതിച്ച ആളാ ഇപ്പൊ ആലോചനയും കൊണ്ട് വന്നിരിക്കണേ. നല്ല കുളിച്ചത് പറയും ഞാൻ. എന്തിനാ ഈ വിളിക്കണേ? എന്റെ പെങ്ങളെ കെട്ടാൻ നല്ല യോഗ്യനാ നീ, ആളുകൊണ്ടും ബുദ്ധി കൊണ്ടും. എനിക്ക് എന്തൊരു കുറവ്? സൗന്ദര്യമില്ലേ, അത് വിദ്യാഭ്യാസം. നീ സിനിമാ നടനെ പോലെയല്ലേ ഇരിക്കുന്നത്. പിന്നെ പഠിപ്പ്, അതിന് നീ അവളേക്കാക്കേമൻ. അവള് വെറും MA, നീ SSLC, അത് 4 പ്രാവശ്യം ഫെയിൽ. നമുക്കെടുത്ത് പോവാം. ഇപ്പൊ രക്ഷപ്പെടണം. വണ്ടി എടുക്കണ്ടേ ചന്ദ്രേട്ടാ? ചന്ദ്രേട്ടാ, വെറുതെ പുലിവാലി പിടിക്കാൻ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പിടിച്ച് കേട്ടാ, പിടിക്ക്. പോയിന്താ तो हम इसे हॉस्पिटल ले जाएंगे. നല്ലതവർ കൊണ്ടേക്കോട്ടെ. नहीं सर. ഇവനെന്താ കണ്ണുമുക്കില് ഇടിച്ച് കൊന്നനവൻ. മഹാമണ്ഡലത്തിലെ ചന്ദ്രേട്ടൻ കാട്ടിയേ. അവര് നല്ല ആൾക്കാരെ ആശുപത്രിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് വന്നത് തലേന്ന് ഒഴിഞ്ഞു പോയനെ. മോശം. അത്ര വലിയ ത്യാഗം ശരിയല്ല. നമുക്ക് പറ്റിയ നമ്മളെ ഏറ്റോ ചോര ചത്തനെ റൂട്ടിൽ തട്ടിടും. എന്റെ ഈശ്വര, ഓ നെഞ്ചിരിക്കുന്നുണ്ട്. ഭാഗ്യം. ചന്ദ്രേട്ടാ മരിച്ചോ? മരിച്ചോല്ല, പിന്നെ അയ്യോ പെണ്ണ്. തെണ്ടി, ഈ നേരത്ത് നിനക്ക് ഇതേ വിചാരമുള്ളൂ അല്ലടാ? ഓ അതല്ല, ഇയാളൊരു പെണ്ണാ. എന്താ പെണ്ണോ? ആ നോക്കിയേ, പാവം, നല്ല കിളുന്ത് പോലത്തെ കുട്ടി. കിളുന്തായാലും കായായാലും പാതിരാത്രിക്ക് മനുഷ്യനെ തുളയ്ക്കാൻ കണ്ണിച്ചോറില്ലാത്ത വർത്താനം പറയരുത്. കണ്ണും മൂക്കിലാണ്ട് വണ്ടി ഓടിച്ചിട്ട് മനസാക്ഷി വേണം, മനസാക്ഷി. എന്ത് വേണം? വേഗം വണ്ടി വേണം നോക്ക്. എന്താ അകലൂർ കാവിലമ്മേ, ഞാനൊരു പട്ടുകുരി തന്നോളാം, വരുത്തല്ലേ. അയ്യോ അവരെന്നെ പെണ്ണാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. എടുത്ത് പോ ചന്ദ്രേട്ടാ. അവര് നമ്മളെ വിടാൻ പോകും. ಏನಾಯ್ತು? ಎಕ್ಸ್ರೇ ನಲ್ಲಿ ನೋಡ್ಬೇಕು, ಆದ್ರೆ ಯಾವ್ದು ಮಾತಾಡೋದಕ್ಕೆ ಯಾವ್ದು. എന്താ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ല,
എന്നാലും നാളെ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ. അതെ ഇങ്ങോട്ട് വന്നേ. അതൊക്കെ ഇവര് നോയിക്കോട്ടെ. നമുക്ക് തടി കൊണ്ട് സ്ഥലം വിടുന്നല്ല ബുദ്ധി. അല്ലെങ്കിൽ ഇടിയും പാഴ്സലായിട്ട് വരും. അങ്ങനെ രക്ഷപ്പെട്ടു പോകാനൊന്നും പറ്റില്ല. നാളെ പോലീസ് വന്നിട്ട് പോകാൻ പറ്റൂ. എന്റെ അമ്മ ഇവിടെയും മലയാളികളോ? ഇനി പോലീസുകാരുടെയും കൊള്ളല്ലോ ഭഗവാനെ. ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിൽക്ക്, ഞാൻ ലോഡ് ഇറക്കിയിട്ട് വരാം. ഞാൻ ഒറ്റയ്ക്കോ? എനിക്ക് പേടിയാ. എന്നാ ഞാൻ ഇവിടെ നിൽക്കാം, നീ ലോഡും കൊണ്ടുപോ. എന്നാ ലോറിയുടെ താക്കോല്. മനുഷ്യനോട് പട്ടിയാക്കരുത് കേട്ടോ. 4-5 കൊല്ലായി വാല് പോലെ കൂടെ കൂടിയിട്ട് ഇതുവരെ സ്ഥിരവും തൊടാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിനക്കവനൊന്നും നേരമില്ലല്ലോ, പഞ്ചാരടിക്കല്ലേ നേരമുള്ളൂ. അതെ, ഇത്തിരി സൗന്ദര്യമുള്ളവരോട് പെണ്ണുങ്ങൾ ചിലപ്പോ ചിരിക്കും, സംസാരിക്കും. ഇതിലൊന്നും അസൂയപ്പെട്ട് കാര്യമില്ല. മോന്തണ്ടില്ലേ 8 പോത്ത്. അസൂയ പനി 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 തീരല്ല. എന്താ ചെയ്യാ? മോൻ വെറുതെ പനിക്കണ്ട. നിന്റെ ബാഗ് അസൂയ. ഇല്ല ദാസ, മരിക്കൊന്നുമില്ല. ശരി ശരി. ഹൈദരാബാദ് ലോഡിന് വേറെ വണ്ടി ശരിയായി കൊടുത്തു. പാലക്കാട്ടേക്ക് ഒരു ലോഡ് കിട്ടിയിട്ടുണ്ട്. ആ കൊച്ചിന് വരെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ തന്നെ എത്തും, അല്ലെങ്കിൽ 2 ദിവസം താമസിക്കും. ആ ശരി. സിസ്റ്ററെ, ഈ കട്ടിലുണ്ടായിരുന്ന പെൺകുട്ടി അതെവിടെ പോയിന്ന് അറിയില്ല. അറിയില്ലെന്നോ? ബോധം ഇല്ലാണ്ട് കിടക്കുന്ന ഒരു പേഷ്യന്റ് എങ്ങോട്ട് പോയി നിങ്ങൾ അറിയണ്ടേ? ഞങ്ങൾക്കത് നോക്കിയിരിക്കാൻ പറ്റുമോ? വെളുപ്പിനെ നോക്കുമ്പോ കട്ടിൽ ആളില്ല. കൂടെ ഒരാളുണ്ടായിരുന്നു. എനിക്കറിയില്ല. என்ன நல்லா தூக்கம் வருது. அப்படி என்ன பேசாம வந்து பாடு. நிம்மதியா தூங்குறேன்னா ஒரு மருந்து தான் தேவை. என்ன 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 என்ன? போ പോ. മണിയണ്ണ, ഓ പണ്ടാരടങ്ങി. ആരാ അത്? മണിയണ്ണ, ഞാനാ ചന്ദ്രൻ. നീ ഇപ്പൊ വരണ വഴിയാ? ആ അതെ. ഇന്ന് നമ്മുടെ പ്രേമനെ കണ്ടിരുന്നോ? ഇല്ല, അവൻ നിന്റെ കൂടെ വന്നില്ലേ? ഇവനിത് എവിടെ പോയി ചത്തെടുക്ക? ഇവനൊക്കെ എടാ ചന്ദ്ര, വല്ല കുഴപ്പമുണ്ടാ? പന്നിയുടെ മോൻ. പന്നി ഇത് ഞാനാടാ. ആര്? ആരാന്ന്? നിന്റെ തന്ത. മനുഷ്യനോടെ ടെൻഷൻ അടിച്ചിട്ട് നിന്നോട് അവിടെ വെയിറ്റ് ചെയ്യാനടാ പറഞ്ഞത്. വെയിറ്റ് ചെയ്ത് ഞാൻ കാണായിരുന്നു. ആ സുമോക്കാർ വന്ന് എന്റെ ശവം പോലും കിട്ടുമായിരുന്നില്ല. അവരൊന്ന പെണ്ണെ കൊണ്ടുപോയോ? പ്രേമൻ അത്ര മണ്ടനാന്ന് വിചാരിച്ചോ? ചന്ദ്രേട്ടൻ വണ്ടി കൊണ്ട് ആശുപത്രിയുടെ ഗേറ്റ് ഇറന്നപ്പോഴേക്കും ബോധം തെളിഞ്ഞു. ഉടനെ രക്ഷപ്പെട്ടില്ലെങ്കിൽ അവരൊന്ന് 2 ആളെയും കൊല്ലുമെന്ന് പറഞ്ഞു മധു. ആര്? മധു. മാധുരിയേ. അതാരാ? മാധുരി എന്നാ പേര്. ഞാൻ മധു എന്നാ വിളിക്കണേ. എങ്ങനെയുണ്ട്? ബെസ്റ്റ്. എന്നിട്ട് മാധു എവിടെ പോയി? മാധു അല്ല, മധു. അകത്തുണ്ട്. എവിടെ? അവളകത്ത് ചന്ദ്രേട്ടന്റെ കട്ടിലുമ്പ കിടന്ന് ഉറങ്ങണ്ടെന്നേ. നല്ല ഉറക്ക. ഭയങ്കര
അകത്തെ സാക്ഷിക്ക് ഉറപ്പില്ലാന്ന് പറഞ്ഞ് പുറത്ത് താഴോട്ട് പൂട്ടിച്ച് ആ താക്കോലും വെച്ച് കിടന്ന് ഉറങ്ങണേ കള്ളി. എടാ മരക്കഴുത, ഈ പണ്ടാരത്തിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ ആരാ പറഞ്ഞു? ഞാൻ പിന്നെ കൊണ്ടുണ്ടു പ്രായം കൂടുതൽ ഒരു പെണ്ണല്ലേ, അതൊരു സുന്ദരി. അതിന് ഇവളെന്താ നിന്റെ പെങ്ങളാ? പെങ്ങളൊന്നുമല്ല. എന്ത്? ഞാനൊന്നും പറഞ്ഞില്ല. ചവിട്ടിന്റെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതല്ല കളി. ഇട എന്താ ഏതാന്നറിയാത്തൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് വീട്ടിൽ കയറ്റി കിടത്താൻ നിനക്ക് അത്ര ബോധമല്ലേ? നാളെ നാട്ടുകാർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അത് ചന്ദ്രേട്ടൻ പേടിക്കണ്ട. ചോദിച്ചവരോടൊക്കെ ഞാൻ ചന്ദ്രേട്ടൻ അമ്മാവന്റെ മോളെന്നാ പറഞ്ഞേ. അതെന്താ എന്റെ പേര് പറഞ്ഞ? പിന്നെ എന്റെ പേര് എഴുതിയേക്കാൻ പറ്റുമോ? ഞാനൊരു കല്യാണം കഴിക്കാത്തേക്കനാ. നമ്മുടെ വണ്ടി ഇടിച്ചൊരു പെണ്ണിനെ പെരുവഴിയിട്ട് പോരാൻ എന്റെ മനസ്സത്ര കാര്യങ്ങളൊന്നല്ല. ചന്ദ്രേട്ടന്റെ പെങ്ങളാണെങ്കിൽ അങ്ങനെ പറയോ? എടാ അവളുടെ പിന്നിൽ എന്തോ പ്രശ്നമുണ്ട്. ഒരു പ്രശ്നമില്ല. ആ സുമോല് വന്ന ഉദ്ദേശം എന്താ? അതവരവളെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നല്ലേ. എന്റെ ചന്ദ്രേട്ടൻ വിചാരിക്കണം പോലത്തെ പെണ്ണൊന്നല്ല മധു. വലിയത് വീട്ടിലെ കുട്ടിയാ, വലിയ കാശുകാരാ. എന്തായാലും എന്റെ വീട്ടിൽ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളാ. അതിന്റെ ഇടയിൽ ഇതും കൂടെ തലയെ കയറ്റി വെക്കാൻ വയ്യ. ഞാൻ കയറ്റിക്കോളാം. ചന്ദ്രേട്ടൻ വിഷമം വിചാരിക്കരുത്. എന്നെ അവൾക്ക് വലിയ ഇഷ്ടാ. എനിക്കും എന്റെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം തുറക്കാണ് ചന്ദ്രേട്ടാ. ഓഹോ, തുറന്നോളൂ. താങ്ക് യു. നാളെ നേരം വെളുക്കുമ്പോ അധ്യായം തുറന്ന് ഇറങ്ങിക്കോണം ഇവിടുന്ന്. എങ്ങോട്ട്? എനിക്കറിയില്ല. നാളെ രണ്ടിനെ എന്റെ കൺമുന്നിൽ കണ്ട ആ അധ്യായം അടയ്ക്കേണ്ടി വരും. காலையில இருந்து நான் பாத்துட்டு இருக்கேன். ஏன் எழுந்திருக்கல? மணி 10 ஆயிடுச்சு. ஏன் பேச மாட்டேங்கிற? எங்கிட்ட பிணக்கமா? ஐயே அசிங்கம். നോക്കണ്ട. പോയിക്കോ. விட்டு வாங்க மன போக மாட்டேன். പ്രേമ, പുതിയ അധ്യായം തുറന്നപ്പോ പഴയ അധ്യായം അടച്ചോടാ. അവനിപ്പോ ഒരു ആനമുട്ട കിട്ടിയിട്ടുണ്ട്. നിക്കടിയോടെ. യവനെ നമ്പി നീ മുട്ടയിട്ടാ നീ പെടും. യവന് ലോകത്തുള്ള സകല പെടക്കോഴികളെ മുട്ടയടിപ്പിക്കണം ആശ. ചാത്തൻ മച്ച പറഞ്ഞ അനാവശ്യം പറയരുത്. മിണ്ടരുത്. അകത്തൊരു കോഴി മുട്ടയിട്ടിട്ടുണ്ട്. അവളിരുന്ന് പൊരുന്നതിന് മുമ്പ് ഇറക്കി വിടാൻ നോക്ക്. മുട്ട തിന്നുന്ന മുട്ടയെ പോലെ എന്താടാ അവള് ചത്തോ? അവളകത്തില്ല, മുങ്ങിയതാ. ഈശ്വര, എന്റെ പ്രാർത്ഥന കേട്ടു. എനിക്കറിയാം അവള് മുങ്ങും. കള്ളി വല്ലോ കട്ടോണ്ട് പോയിട്ടോ നോക്ക്. കട്ടണ പോലെ ഇരിക്കല്ലേ. എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നല്ലോ ഈശ്വര. മുട്ട പൊട്ടി. പോയി അന്വേഷിക്കും. പുഴയെ കുളിച്ചിട്ട് ഒരുപാട് നാളായി. ഇവിടെ ഒരു ബാത്റൂം ഇല്ലാതെ ഭയങ്കര കഷ്ട. നിങ്ങളൊക്കെ എന്താ ചെയ്യാ? ഞങ്ങളൊക്കെ ഈ പുഴക്കരയിലും പൊന്തയുടെ മറയിലൊക്കെ ആയിട്ട് ഇങ്ങനെ. അല്ല ചേട്ടാ, ഞാനും അതന്നെ ചെയ്തേ. ശരി. ആരോട് ചോദിച്ചിട്ടാടി ഈ സാരി എടുത്തത്? ആരോടും ചോദിച്ചില്ല. പെട്ടിയില് സാരികൾ ഇരിക്കണ കണ്ടപ്പോ ഒന്ന് ഞാൻ എടുത്തു. നായിന്റെ മോളെ, ഇതെന്താന്നറിയോ? ഇതാരാന്നറിയോ? നിനക്കൊന്നും തൊടാനുള്ള അർഹതയില്ലടി. അതൊക്കെ മധു എങ്ങനെ അറിയാനാ? ഇന്നലെ ഞാൻ വെറും വാക്ക് പറഞ്ഞതാ. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. തിരിച്ചു വരുന്ന ഇവളെ ഇവിടെ കണ്ട കൊല്ലും ഞാൻ നിന്നെ. എന്തിനാ സാരി എടുത്തേ? ഭൂതം നിധി കാക്കണ പോലെ കാത്തു വെച്ചിരിക്കുന്നത് അതൊക്കെ. ആരുടെ അത്? ഇന്ദ്രേച്ചിയുടെ.
എന്നാ ബ്ലൗസ് മധു പോവാന്ന് സമാനായില്ലേ? നീ എന്താ കൂടെ പോരുന്നില്ലേ? അധ്യായം അടച്ചോ? അടച്ചിട്ടൊന്നുമില്ല, അഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട്. അഡ്രസ് അത് ശരിയാണെന്നെന്താ ഉറപ്പ്? എടാ അവള് തിരുമുടിഞ്ഞ കള്ളിയാ. അല്ലെങ്കിൽ രണ്ടാണുങ്ങൾ മാത്രം താമസിക്കുന്നിടത്ത് വന്ന് പറ്റിക്കൂടാൻ നോക്കൂ. അവൾ അങ്ങനെ പറ്റിക്കൂടാൻ നോക്കിയോന്നല്ല, അവളുടെ പാന്റ് ഷർട്ട് തുടങ്ങണ വരെ ഉടുക്കാൻ പറ്റുന്ന ഒരു സാരി ബ്ലൗസ് എടുത്തു. ഭൂതനിധി കാക്കണ പോലെ കാത്തു വെച്ചേക്കണ സാധനം അവൾക്കറിയില്ലല്ലോ. നിനക്കും അവക്കും ഇത് വേറെ ഒരു സാരിയും ബ്ലൗസും ആയിരിക്കും. പക്ഷെ എനിക്കങ്ങനല്ല. ഇതൊക്കെ എന്റെ ജീവിതം. ഞാൻ തരുമാ. വേണ്ട. ചന്ദ്രേട്ടൻ വിചാരിക്കണ പോലെ അല്ല കുട്ടി. ചാലക്കുടിക്ക് അടുത്ത അഷ്ടമിച്ചിട്ടല്ല ഞങ്ങളുടെ വീട്. വലിയ പേരുടെ കുടുംബമായിരുന്നു. ഇപ്പൊക്കെ നശിച്ചു. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചതാ. പിന്നെ ഒരു ഏട്ടനുണ്ട്. അയാൾ ആ കുടുംബം നോക്കി കൂടപ്പറപ്പളൊക്കെ വളർത്തിയത്. ചന്ദ്രേട്ടനെ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അയാള്. അയാൾക്ക് പെട്ടെന്ന് ഹാർട്ടിന് എന്തോ തകരാറ് വന്നു. അപ്പൊ ഈ കുട്ടി കോളേജിൽ പഠിച്ചോണ്ടിരിക്കുക. കാശിന് ബുദ്ധിമുട്ടായപ്പോ നിർത്തി. ഇപ്പൊ ഹൈദരാബാദിൽ ഒരു ട്രാവൽ ഏജൻസിയിൽ ജോലിയുണ്ട്. കുടുംബം നോക്കണതും ഏട്ടന്റെ ചികിത്സയും ഒക്കെ ആ കുട്ടി തന്നെയാ. 2 ആഴ്ച മുമ്പ് ഏട്ടന് പെട്ടെന്ന് സുഖരോടി ആശുപത്രിയിലായി. ഒരു ഓപ്പറേഷൻ നടത്തിയ ആള് ചിലപ്പോൾ രക്ഷപ്പെടും. അതിന് കാശ് കുറെ വേണം. ആ കുട്ടി അവളുടെ ആഫീസിൽ നിന്ന് 2 ലക്ഷം രൂപ അടിച്ചോണ്ട് മുങ്ങിയതാ. ഇതെന്നോട് നേരത്തെ പറയാറുന്നില്ല. ഞാനിപ്പോഴല്ല അറിയണത്. ഈ ലോകത്ത് ഇങ്ങനെയുണ്ട് ആളുകൾ. ഞാൻ ആശുപത്രി മരിക്കാൻ കിടന്നപ്പോ എന്റെ കൂടപ്പുറപ്പോൾ ഒന്നും മുഖം കാണിച്ചു പോയി. ഈ കുട്ടി വാ. പോണതിന് മുമ്പ് ആ കുട്ടിക്ക് ചന്ദ്രൻ 2 മാപ്പ് പറയണമെന്നുണ്ട്. എന്തിനു? പേടിക്കണ്ട, ചന്ദ്രേട്ടൻ വഴക്കൊന്നും പറയില്ല. ശരിക്കും മാപ്പ് പറയണ്ട ഞാൻ കുട്ടിയോട് മോശമായി പെരുമാറി. ചോദിക്കാതെ പെട്ടി തുറന്ന് സാരി എടുത്തത് എന്റെ തെറ്റാ. പ്രേമൻ പറഞ്ഞപ്പോഴാ അതാരുടെയാന്നൊക്കെ ഞാൻ അറിയുന്നത്. എന്നോട് ക്ഷമിക്കണം. സാറില്ല, എന്റെ ജീവിതത്തിൽ ഈ സാരിയും ബ്ലൗസും ഒക്കെ ഉള്ളൂ. ബാക്കി ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. എങ്കിലും ചോദിക്കാണ്. നമ്മൾ ജോലി ചെയ്യണ സ്ഥലത്തുനിന്ന് ചോദിക്കാണ്ട് കാശ് എടുത്തോണ്ട് പോരാന്ന് വെച്ചാ കുട്ടി ചെയ്തത് തെറ്റല്ലേ? തെറ്റാണ്. എന്റെ ഏട്ടന്റെ ജീവൻ. മറ്റൊന്നും ഞാൻ ആലോചിച്ചില്ല. അതിനെന്തും ഞാൻ ചെയ്യും. എന്തും. ഞാൻ പോട്ടെ. നന്ദിയുണ്ട് എന്നെ രക്ഷിച്ചേന്. ഒരു ദിവസം തങ്ങാനിടം തന്നേന് മറക്കില്ല. പോയിട്ട് വാ. എന്ത് സഹായത്തിനും ഇവിടെ ഒരു ഏട്ടനുണ്ടെന്ന് വിചാരിച്ചോളൂ.